പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. രാവിലെ കാലം കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്കായി തിരുവാൻ ദൈവം തന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന്. നമ്മുടെ നടപ്പ് എങ്ങനെയായിരിക്കണം? കൊലോസ്യ ലേഖനം 1:9-10 വാക്യത്തെ ആസ്പദമാക്കി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നോക്കൂ, കൊലോസ്യ ലേഖനത്തിൻ്റെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ് 9-ാം വാക്യത്തിൽ ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ. എന്താണ് കേട്ടത്? 4-ാം വാക്യത്തിൽ സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെക്കുറിച്ച്. 6-ാം വാക്യത്തിൽ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിലെന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ഈ കേൾവിയാണ് കേട്ടത്, സ്നേഹവും ഫലം കായ്ച്ചു വരുന്നതും. പിന്നീട് പറയുന്നത് നിങ്ങൾ കർത്താവിന് യോഗ്യമാവണ്ണം നടക്കണം. അതായത് ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെയും ജീവിത സ്വഭാവത്തെയും കുറിക്കുന്നതാണ് നടപ്പെന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാം ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ അവരുടെ ജീവിത രീതിയെപ്പറ്റിയും അല്പസ്വല്പം നമ്മുടെ മനസ്സിൽ കടന്നു വരാറുണ്ട്. നമ്മുടെ സംസാരം, നമ്മുടെ വസ്ത്രധാരണം, ഇടപെടലെല്ലാം കാണുമ്പോൾ ആ വ്യക്തി എങ്ങനെയെന്ന് നമ്മളൊന്ന് ഊഹിച്ചെടുക്കാറുണ്ടല്ലോ. ഹല്ലേലൂയ. നമുക്കിഷ്ടമാകും വണ്ണം നടക്കാം, പക്ഷേ നമുക്ക് ഏത് വഴി വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഒരു കാര്യം, നമ്മുടെ നടപ്പ് ദൈവത്തിന് യോഗ്യമാവണ്ണം നടക്കുന്നതാണോ? ദൈവവും നമ്മോട് കൂടെ ഉണ്ടായിരിക്കുന്നതാണോ? നാം എങ്ങനെയാണ് നമ്മുടെ നടപ്പ് ഹല്ലേലൂയ കർത്താവിന് പ്രസാദകരമാണോ എന്നുള്ളത് നാം തന്നെ ചിന്തിച്ചെടുക്കണം. അതായത് ജീവന്റെ പുതുക്കത്തിൽ വെളിച്ചത്തിലുള്ളവരായി നടപ്പാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കൾ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മത്തായി എഴുതിയ സുവിശേഷം 7:13-14 വാക്യങ്ങൾ നോക്കുമ്പോൾ, ഇടുക്കവാതിലിലൂടെ അകത്തു കടപ്പിൻ, നാശത്തിലേക്കുള്ള വാതിൽ വീതിയുള്ളതും വഴി വിശാലവും, അതിൽ കടക്കുന്നവർ അനേകരാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. പ്രിയരെ, ഒരു കാര്യം, നാം ഇതിലേതാണ് തിരഞ്ഞെടുക്കുന്നത്? ഇടുക്കുവാതിലൂടെയാണോ? ഹല്ലേലൂയ. നമുക്ക് ജീവങ്കിലേക്കുള്ള പാതയാണോ? വിശാലവാതിൽ വേണോ? ഏത് വേണം? നാം തിരഞ്ഞെടുക്കുക. ഗലാത്യർക്ക് ലേഖനം 5:1 പറയുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. നോക്കൂ, നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, പക്ഷേ നാം ചിന്തിക്കണം ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കുന്നുവോ അതിൽ ഉറച്ചു നിൽക്കണം. പിന്നെയും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകുവാൻ ഇടവരരുത്. ഹല്ലേലൂയ. ഇന്ന് നമുക്കറിയാമല്ലോ, വല്ലാത്ത കാലഘട്ടത്തിൽ നാം കടന്നു പോകുന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ നാം ഏതു വഴി തിരഞ്ഞെടുക്കണം? നമ്മുടെ ഹല്ലേലൂയ കയ്യിലാണിരിക്കുന്നത്. നാം ആണ് ചിന്തിക്കേണ്ടത്. ഹല്ലേലൂയ. നോക്കൂ, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം ഹല്ലേലൂയ അടുത്ത് പറഞ്ഞിരിക്കുന്ന ജനങ്ങളോട് പറയുകയാണ്, ദൈവിക പരിജ്ഞാനത്തിൽ നിങ്ങൾ നിറഞ്ഞു വരണം. അതായത് ആത്മീകമായ ജ്ഞാനത്തിലും വിവേകത്തിലും വളർന്നു വരണം. എബ്രായർക്ക് എഴുതിയ ലേഖനം 12:1 ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് ദൈവിക പരിജ്ഞാനത്തിൽ വളർന്ന് നമുക്ക് വച്ചിരിക്കുന്ന ഓട്ടം നാം സ്ഥിരതയോടെ ഓടണം. പ്രിയരെ, ഇന്ന് സ്ഥിരതയില്ലെങ്കിൽ നാം വീഴുവാനിടയായിത്തീരും. നമ്മുടെ ഓട്ടം ഹല്ലേലൂയ അത് ഉദ്ദേശിക്കുന്ന സ്ഥാനത്തെത്തുവാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. ഇത്രമാത്രം സാക്ഷികളുടെ വലിയ സമൂഹമാണ് നമുക്ക് ചുറ്റും നിൽക്കുന്നതുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ഒരു കാര്യം ഓർക്കുക, നമുക്ക് വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ തന്നെ ഓടുവാൻ, ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുവാൻ നാം തന്നെ ഒരുക്കമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്,
നല്ല ഫലം കായ്ച്ചു വളരണം. ഹല്ലേലൂയ. അതായത് പ്രിയ ദൈവമക്കളെ, നമ്മിൽ ഫലം കായ്ക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ ആ നല്ല വചനം നമ്മിൽ വസിച്ചെങ്കിൽ മാത്രമേ നല്ല ഫലം കായ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 15 നമുക്ക് കാണുവാൻ കഴിയുന്നു. ഫലം കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഹല്ലേലൂയ. പ്രിയരെ, നമ്മിൽ നിന്ന് ഒരു ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ പലവിധമായ അതിൽ പ്രോസസ്സുകൾ നടക്കണം. ഹല്ലേലൂയ. അതായത് വേദനകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ കടന്നു വരും. അതായത് നമ്മിൽ കർത്താവ് ഒരു ചെത്തൽ നടത്തുന്നു. ഹല്ലേലൂയ. നമുക്ക് വേദന തോന്നും, പക്ഷേ പിന്നത്തേതിൽ വളരെ ഫലം കായ്ക്കുവാൻ ഹല്ലേലൂയ ഇടയാകും. ഹല്ലേലൂയ. അനേകർക്ക് നാം പ്രയോജനപ്പെടുവാൻ ഇടയായിത്തീരും. ഭാരവും പ്രയാസവും ദുഃഖങ്ങളൊക്കെ നേരിടുമ്പോൾ നാം ഒരു കാര്യം ഓർക്കുക, കർത്താവ് നമ്മെ ചെത്തി വെടിപ്പാക്കുകയാണ് നല്ല ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി. ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16:33 പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയാളിയാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു കാര്യം ഓർക്കുക, നമുക്ക് ഈ ലോകത്തിലെ ഭാരവും പ്രയാസവും എല്ലാം കടന്നു വരും. നമ്മുടെ അപ്പച്ചൻ ജയവീരനായ അപ്പച്ചനാണ്. ഹല്ലേലൂയ. എല്ലാ ദുരിതങ്ങളും എല്ലാ പ്രയാസങ്ങളും ഒക്കെ നേരിട്ടിട്ടും കർത്താവ് പിടിച്ചു നിന്ന്. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ്? നമ്മെ നേടിയെടുക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം തന്ന ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. പിതാവ് അറിയാതെയല്ല നമ്മുടെ ജീവിതത്തിൽ ഒന്നും കടന്നു വരുന്നത്. ഹല്ലേലൂയ. നമ്മെ ഒന്ന് ചെത്തി വെടിപ്പാക്കുകയാണ്. എന്തിനാണ്? കൂടുതലായിട്ട് ഫലം കായ്ക്കണം. നാം ദൈവത്തിൻ്റെ സാക്ഷ്യമുള്ളവരായി, നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരായി, മറ്റുള്ളവരുടെ മുന്നിൽ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മുടെ നടപ്പ് എങ്ങനെയാണ്? ഹല്ലേലൂയ. നാം ദൈവത്തോടു കൂടിയുള്ള ദൈവിക ഇഷ്ടമുള്ള നടപ്പാണോ നാം നടക്കുന്നത്? ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ ഹാനോക്കിനെ നോഗയെ ഒന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്നു. അവർ ദൈവത്തോട് കൂടെ നടന്നു, ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തു. ഹല്ലേലൂയ. നമുക്കും ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുവാൻ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഒരുക്കമുള്ളവരായി തീരണം. നാം അതിനു വേണ്ടി കർത്താവിൻ്റെ സന്നിധി ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവിക പ്രസാദമുള്ള ജീവിത നടപ്പ് നമ്മുടെ എങ്ങനെയായിരിക്കണം? ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ദൈവിക പരിജ്ഞാനത്തിലാണോ? നമ്മുടെ സ്വഭാവ രീതികൾ കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താലാണോ ഒന്ന് നാം ചിന്തിച്ചു നോക്കണം. ഹല്ലേലൂയ. ദൈവിക പരിജ്ഞാനത്തിൽ നാം വളരുന്നവരായി ദിനംതോറും ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. നാം ഫലം കായ്ച്ചവരാണോ? യോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ 14:7, ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളർക്കും, അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കില്ല. പ്രിയ ദൈവമക്കളെ, ഒരു കാര്യം, നാം വെറും വൃക്ഷമായി മാത്രമാകുവാനല്ല, ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. നമ്മൾ ഫലം പുറപ്പെടുവിച്ച് മറ്റുള്ളവർക്ക് ഹല്ലേലൂയ ഫലവത്തായി തീരണം. യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ദിനംതോറും നമ്മൾ ഹല്ലേലൂയ നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരായി, ശാഖകളായിട്ട് വളരുന്നവരായി തീരട്ടെ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയ ദൈവമക്കളെ, നമ്മളുള്ള നടപ്പ് നോക്കുമ്പോൾ ഹല്ലേലൂയ മറ്റുള്ളവർ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് അറിയണം. ഹല്ലേലൂയ. നമ്മുടെ സ്വഭാവ രീതികൾക്ക് മാറ്റമുണ്ടായിരിക്കണം. നാം വേർപെട്ട ജീവിതം നയിക്കുന്നവരായി ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ നല്ല ഫലം പുറപ്പെടുവിച്ച് ഹല്ലേലൂയ ദൈവത്തിൻ്റെ നല്ല ദാസനെ എന്നുള്ള വിളിക്ക് നമ്മളെ ഓഹരിക്കാരായി തീരണം. ഹല്ലേലൂയ. ദൈവസനെ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. കർത്താവിന് മുഖപക്ഷമില്ല എന്ന് ഓർക്കണം. ഹല്ലേലൂയ. ദൈവം മുഖപക്ഷം കാണിക്കുന്നവനല്ല. നമ്മുടെ നടപ്പ് നോക്കി നമുക്ക് ഹല്ലേലൂയ പ്രതിഫലം തരുന്ന കർത്താവ്. നാം ചെയ്യുന്ന ഇവിടുത്തെ പ്രവൃത്തികൾ എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് പ്രതിഫലം ലഭിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നല്ല ഫലം പുറപ്പെടുവിച്ച് ആയിരിക്കുന്ന ദേശത്തിന് കർത്താവിന് പ്രയോജനപ്പെട്ട് മുന്നേറാം. ദൈവം എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ.